നായർക്കും ഭാര്യയ്ക്കും എന്തായാലും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് വലിയ സന്തോഷം തന്നെ. നല്ലൊരു കാര്യമാണ് പുള്ളി ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓണം ആഘോഷിക്കാന്ന് വിചാരിച്ച് ഇന്നതാണ്. കുവൈറ്റിലായിരുന്നുകൊണ്ട് എനിക്ക് ഈ ഓണം എന്ന് പറയുന്ന സംഭവം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. നാട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ യശോദനാർ എന്നെ വിളിച്ചു. ഹോട്ടലിൽ ഞാനേ സദ്യ ബുക്ക് ചെയ്യുന്നതാണ്. ഇത് കാരണം ഞാനത് ക്യാൻസൽ ചെയ്തു. വളരെ സന്തോഷം എല്ലാവരെയും കാണാനും ഒരു പിടി ആഹാരം കഴിക്കാനും ഒക്കെ ആയിട്ട് എനിക്കിത് സംഭവിച്ച് എനിക്ക് വളരെ സന്തോഷം. ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴാണ് കേശവൻ നായർ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ രാവത്തിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഈ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിന് ഞാൻ പങ്കെടുക്കാനായിട്ട് വീട്ടിൽ വേലക്കാരി വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേശവൻ നായർ വിളിക്കുന്നത്. അത് വളരെ സന്തോഷമായി. എല്ലാവരെയും കാണാനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞത്. ഓണമാണെന്ന് വിചാരിച്ചപ്പോഴേ എൻ്റെ മക്കളെല്ലാം ദുബൈയിലുണ്ട്. അവരെന്നെ വിളിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നപ്പോഴാണ് കേശവൻ നായർ എന്നെ വിളിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് ഓണം ഉണ്ടായിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ വൈദിക ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേശവൻ നായർ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോഴും ഈ കൂട്ടായ്മ കണ്ടപ്പോഴും എനിക്ക് അതിയായ സന്തോഷം തോന്നി. ക്രിസ്തുമസിനും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന് ഞാൻ പള്ളിയിൽ പറയും. ഇത് എല്ലാവർക്കും ആത്മവിശ്വാസം തരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് പൊളിച്ചു കേട്ടോ. കാരണം കുടുംബം ഇമ്പം ഉള്ളതല്ലേ കുടുംബം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ എന്തൊരു ഇമ്പമാണ്. ആക്ച്വലി ഇതാ കുടുംബം അല്ലേ, ഒറ്റപ്പെട്ടവരുടെ കുടുംബം. ഇതൊരു മാതൃകയാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് നടപ്പിൽ വരുത്തണം അല്ലേ. അതില് ശരി. സാധാരണ ഓണത്തിന് ഞാൻ കാണാറില്ല, എപ്പോഴും യാത്രയിലാണ്. പിന്നെ ഈ ഓണത്തിന് കേശവൻ നായർ വന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഈ ഓണം ഒന്ന് കൂടാം എന്ന് വിചാരിച്ചു. നിങ്ങളുടെ കൂടെയൊക്കെ വന്ന് സഹകരിക്കുന്നതിലും ഈ ഓണം ഊണ് കഴിക്കുന്നതിനും എല്ലാം വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അതൊരു ഭാഗ്യവുമാണ്. ഇത്തരം ഒരു സംഗമം വളരെ നേരത്തെ നടത്തേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. എല്ലാം ഒറ്റപ്പെടലിൻ്റെയും എല്ലാ രംഗത്തും നമ്മൾ മലയാളി വളരെയധികം പിന്നോട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ ഓണത്തിനെ ആർക്കും മങ്ങലേൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ മക്കൾ വിദേശത്താണ്. അവരുടെയൊക്കെ ഓണം എന്താണ്? വളരെ വേദനാജനകമാണ്. പക്ഷെ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ സംഘടന ചെയ്ത ഈ മഹത്തായ കർത്തവ്യം വാസ്തവത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു. എൻ്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അവിട്ടത്തിന് എൻ്റെ വക എല്ലാവർക്കും ഒരു ഓണസദ്യ. ഇതൊരു നല്ല ഐഡിയ ആണ്. എൻ്റെ വക ഒരു ദിവസത്തെ സദ്യ ഉണ്ടാവും.